അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറേ നാളായി ഇംഗ്ലീഷും മലയാളമൊക്കെ പഠിച്ചിട്ട് കുറച്ച് ദിവസമായി. ഞാൻ ഇന്ന് ഇൻസ്റ്റഗ്രാമിനകത്ത് ഒരു 100 day ചലഞ്ചിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് സമാധാനത്തിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഞാൻ ഇത് കാൽക്കുലേറ്റ് ചെയ്തു. നമുക്കിനി 2025 എത്ര പെട്ടെന്ന് വർഷം പോയതല്ലേ. 2025 തുടങ്ങി ജനുവരി നമ്മൾ ആഘോഷിച്ചു, അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് നമുക്ക് സമയം പോയി. അതെന്തുകൊണ്ട് ഇങ്ങനെ പെട്ടെന്ന് സമയം പോകുന്ന അറിയാവോ? നമ്മൾ ഡെയിലി ഒരേ കാര്യം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ്. മനസ്സിലായ? അപ്പം ഒരേ പാറ്റേൺ ലൈഫിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് സമയം പോകുന്നത് നമുക്ക് തോന്നുന്നത്. അപ്പൊ നിങ്ങൾ പഠിക്കുമ്പം ചെയ്യാൻ പറ്റുന്ന കാര്യം പഠിക്കുമ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ അധികം പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തോന്നും, ഇന്ന് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു എന്ന് നമുക്ക് ഫീൽ ചെയ്യും. അത് നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴൊക്കെ പഠിക്കുക. സമയം കിട്ടുമ്പോഴൊക്കെ ഇംഗ്ലീഷ് പഠിക്കുക, മാത്സ് പഠിക്കുക, മലയാളം പഠിക്കുക, മാത്സ് ചെയ്തു നോക്കുക, പത്രം വായിക്കുക. നമ്മൾ എപ്പോഴും കുറേ നോളജ് അക്വയർ ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് തോന്നും ഇന്ന് ഞാൻ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്തു. അത് അങ്ങനെ യൂസ് ചെയ്യാതെ എല്ലാ ദിവസവും എണീക്കുന്നു, ഒരു കാര്യം ചെയ്യുന്നു, അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു, നൈറ്റ് ആവുന്നു, കിടന്ന് ഉറങ്ങുന്നു, രാവിലെ എണീക്കുന്നു. ഈ ഒരു ലൂപ്പ് കണ്ടിന്യൂ ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് എന്ത് തോന്നുന്നത്? വർഷം പെട്ടെന്ന് പോകുന്നു, വർഷങ്ങൾ പോകുന്നു, മാസങ്ങൾ പോകുന്നു, തിങ്കളാഴ്ച ആവുന്നു, വെള്ളിയാഴ്ച ആവുന്നു, ഞായറാഴ്ച പെട്ടെന്ന് പോകുന്നു, അല്ലെ? അങ്ങനെയൊക്കെ തോന്നുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് ഒരേ പാറ്റേൺ ഫോളോ ചെയ്യുന്നതുകൊണ്ടാണ്.